അമേരിക്കയിൽ വീണ്ടും വെടിവയ്പ്. 3 പോലീസ് ഉദ്യോഗസ്ഥർ ദാരുണമായി കൊല്ലപ്പെട്ടു. 2 പേർക്ക് പരിക്കേറ്റു. പെൻസിൽവാനിയയിലാണ് ഈ സംഭവം അരങ്ങേറിയത്. പോലീസിന് നേരെ നിറയൊഴിച്ച അക്രമിയും പോലീസ് നടപടിയിൽ കൊല്ലപ്പെട്ടു. പെൻസിൽവേനിയയിലെ കോഡോറോസ് ടൗൺഷിപ്പിൽ നടന്ന വെടിവയ്പിൽ 3 പോലീസുകാർ കൊല്ലപ്പെടുകയും 2 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. രാജ്യത്തെ തന്നെ ഞെട്ടിച്ച ഈ സംഭവത്തെ സംബന്ധിച്ച് സ്റ്റേറ്റ് പോലീസ് കമ്മീഷണർ ക്രിസ്റ്റഫർ പാരിസ് സംഭവത്തിന്റെ വിശദാംശങ്ങൾ മാധ്യമങ്ങളെ അറിയിച്ചു. സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ വെടിവെച്ച പ്രതിയും കൊല്ലപ്പെട്ടതായി അദ്ദേഹം സ്ഥിരീകരിച്ചു. കൊലപാതകിയുടെ വിശദവിവരങ്ങൾ ഇതുവരെ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. പോലീസുകാർ ഒരു വാറന്റ് നടപ്പാക്കുന്നതിനിടെയാണ് വെടിവെപ്പിന് ഇരയായതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുന്നത്. പരിക്കേറ്റ 2 പോലീസുകാരും ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. എങ്കിലും അവർ സ്ഥിരത കൈവരിച്ചിട്ടുണ്ടെന്ന് കമ്മീഷണർ അറിയിച്ചു. ഈ ദുഃഖം അതിരില്ലാത്തതാണ്. പക്ഷെ തങ്ങളതിനെ നേരിടുമെന്നും ഈ സംഭവത്തിൽ സമഗ്രവും നിഷ്പക്ഷവുമായ അന്വേഷണം പൂർത്തിയാക്കും വരെ വിശ്രമിക്കില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ കൗണ്ടിക്കും കോമൺവെൽത്തിനും രാജ്യത്തിനും വേണ്ടി സേവനം ചെയ്ത 3 വിലപ്പെട്ട ജീവനുകളെയാണ് നഷ്ടപ്പെടുത്തിയതെന്ന് ഗവർണർ ജോഷ് ഷാപിറോ വ്യക്തമാക്കി. ഇത്തരം അതിക്രമങ്ങൾ ഒരിക്കലും അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. യുവനേതാവും യൂത്ത് ഇൻഫ്ലുവൻസറുമായ ചാർലി കിർക്ക് വെടിയേറ്റ് മരിച്ച് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നടന്ന ഈ സംഭവം അമേരിക്കയിൽ വളരെ ഞെട്ടലാണ് നൽകിയിട്ടുള്ളത്. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീന ന്യൂസ്.